ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിയാസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ റേഷ്യോ അഥവാ അംശബന്ധം എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 145 പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുമ്പ് ഈ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതിന്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനു മുൻപുള്ള ക്ലാസ്സുകൾ ലഭിക്കും. അപ്പോൾ ആ ക്ലാസ് ആദ്യം കണ്ട ശേഷം മാത്രം ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇത് ഒന്നും മനസ്സിലാവില്ല. ഇതിന്റെ അംശബന്ധം എന്ന ചാപ്റ്ററിന്റെ ആദ്യ ഭാഗം ഇൻട്രൊഡക്ഷൻ മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ ഇൻട്രൊഡക്ഷൻ മുതൽ ഇങ്ങോട്ട് ഉള്ള പ്രവർത്തനങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. പിന്നെ എന്നത്തേക്കും പോലെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തണം. ഒട്ടും മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഞാൻ വൈകിപ്പിക്കുന്നില്ല, ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിവിടെ ചോദ്യം ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ആ ചോദ്യം ഞാൻ ഇംഗ്ലീഷിലും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. മലയാളത്തിലാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അടുത്ത ചോദ്യം മുതൽ ഞാനത് ഇംഗ്ലീഷിൽ എഴുതാം, പിന്നീട് അത് മലയാളത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്നുകൂടി ഞാൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇങ്ങനെയാണ്: ജോണി 50,000 രൂപയും ജലീൽ 40,000 രൂപയും ജയൻ 20,000 രൂപയും മുടക്കി ഒരു കച്ചവടം തുടങ്ങി. ഒരു മാസം കഴിഞ്ഞപ്പോൾ കിട്ടിയ 3,300 രൂപ ലാഭം മുടക്കുമുതലിന്റെ അംശബന്ധത്തിൽ ഭാഗിച്ചു. ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടി? അപ്പൊ നോക്ക്, അതായത് ജോണിയും ജലീലും ജയനും കൂടി എന്ത് ചെയ്യുന്നു? കുറച്ച് പണം ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അതായത് ജോണി ഇൻവെസ്റ്റഡ് 50,000 rupees and Jalil invested 40,000. Jain invested 20,000 rupees in a business. എന്നിട്ട് എന്ത് ചെയ്തു നോക്കി? എന്നിട്ട് എന്താ സംഭവിച്ചത്? ഒരു മാസം കഴിഞ്ഞപ്പോൾ കിട്ടിയ 3,300 രൂപ ലാഭം മുടക്കു മുതലിന്റെ അംശബന്ധത്തിൽ ഭാഗിച്ചു. അപ്പോൾ ദേ ഗോട്ട് പ്രോഫിറ്റ് 3,300 rupees ആഫ്റ്റർ 1 month. ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ പ്രോഫിറ്റ് ആണ് 3,300 രൂപ. അതെങ്ങനെ ഭാഗിച്ചു? അതായത് മുടക്ക് മുതലിന്റെ അംശബന്ധത്തിന് ഭാഗിച്ചു എന്ന് വെച്ചാൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ റേഷ്യോ അനുസരിച്ചാണ് അവർ ആ എമൗണ്ട് ഡിവൈഡ് ചെയ്തെടുത്തത്. അപ്പോൾ ഓരോരുത്തർക്കും എത്ര എമൗണ്ട് ആയിരിക്കും പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയത്? അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോരുത്തരും ഇൻവെസ്റ്റ്മെന്റ്, അതായത് അത് നമ്മൾ എഴുതുന്നു. അപ്പോൾ ജോണിയുടെ ഇൻവെസ്റ്റ്മെന്റ് 50,000, ജലീലിൻ്റെത് 40 ആൻഡ് ജയൻ 20,000. അപ്പോൾ അതിന്റെ റേഷ്യോ എന്താണെന്ന് നോക്കാം. അതായത് മുടക്ക് മുതലിന്റെ അംശബന്ധം എന്നാണ് നമ്മൾ എഴുതേണ്ടത്, അല്ലെങ്കിൽ റേഷ്യോ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ്സ്. അതായത് അവർ എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അതിന്റെ റേഷ്യോ ആദ്യം നമ്മൾ കണക്കാക്കണം. അതായത് ഇവിടെ കറക്റ്റ് എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. ഓരോരുത്തരും നിക്ഷേപിച്ച, അതായത് ആ ബിസിനസ്സിന് വേണ്ടിയിട്ട് നിക്ഷേപിച്ച പണമാണ് ഇവിടെ കറക്റ്റ് തന്നിട്ടുള്ളത്. അതിന്റെ അംശബന്ധത്തിലേക്ക് നമുക്കതിനെ മാറ്റണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ വഴി ഞാൻ എഴുതാൻ വേണ്ടി പോകുന്നത്, അതായത് മുടക്കു മുതലിന്റെ അംശബന്ധം. മുടക്കു മുതലിന്റെ അംശബന്ധം, മുടക്കു മുതലിന്റെ അംശബന്ധം സമം നോക്കിയേ, 50,000 ഈസ്റ്റു 40,000 ഈസ്റ്റു 20,000. നിങ്ങൾ ഈ സംഖ്യകൾ നോക്കിയേ. ഈ സംഖ്യകളിലെല്ലാം പൊതുവായത്, അതായത് 10,000ത്തിന്റെ ഗുണിതങ്ങളല്ലേ? അതായത് 50,000 എന്ന് വെച്ചാൽ 5 10,000 ചേർന്നതാണ്. 40,000 4 10,000, പിന്നെ 20,000 2 10,000. അപ്പോൾ അതിൽ നിന്നെല്ലാം 10,000 നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അംശബന്ധം എങ്ങനെയായി മാറും? അതായത് അതിനെടുക്കുന്നു. 10,000 എന്ന് പറയുന്ന ആ സംഖ്യയെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 5:4:2 എന്ന് പറയുന്ന അംശബന്ധമാണല്ലോ കിട്ടിയത്. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? മുടക്ക് മുതലിന്റെ അംശബന്ധം, അല്ലെങ്കിൽ റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഓക്കെ, അവർ മുടക്കിയ പണത്തിന്റെ റേഷ്യോ ആണ് 5:4:2. ഇനി നോക്കിയേ, അവർക്ക് കിട്ടിയ ലാഭം 3,300 ആണല്ലോ. അത് വീതിക്കുന്ന എങ്ങനെയാ? ഓരോരുത്തർ തുല്യമായാണോ വീതിക്കേണ്ടത്? അല്ലേ? ഓരോരുത്തരും വ്യത്യസ്ത എമൗണ്ട് ആണ് ആ ബിസിനസ്സിന് വേണ്ടി മുടക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ലാഭം കൂടുതൽ കിട്ടണമല്ലോ. കൂടുതൽ മുടക്കിയ ആൾക്ക് കൂടുതൽ ലാഭം കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഏറ്റവും കൂടുതൽ മുടക്കിയത് ജോണി ആണല്ലോ. ജോണിക്ക് കിട്ടുന്ന ലാഭം, അപ്പൊ ജോണിക്ക് ലഭിക്കുന്ന ലാഭം, അല്ലെ ലാഭവിഹിതം എന്ന് വേണമെങ്കിൽ എഴുതാം. ലാഭം എത്രയാ നോക്കിയേ?
അതായത് 3300 രൂപയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീതിക്കുന്നത് അല്ലെ. അപ്പൊ 3300-നെ എങ്ങനെ വീതിക്കും നോക്കിയേ. 5, 4, 2 ഇവ തമ്മിൽ ആകെ കൂട്ടുക. 5, 4, 9, 9, 2, 11. അതായത് ഈ 3300-നെ 11 ഭാഗമാക്കിയിട്ട് അതിൽ 5 ഭാഗം ആർക്ക് കൊടുക്കണം, ഏറ്റവും കൂടുതൽ പണം എടുത്ത ജോണിക്ക് കൊടുക്കണം. അപ്പൊ 3300 ഇൻറ്റു 11-ൽ 5 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇവിടെ വെട്ടിച്ചുരുക്കിയാൽ എത്ര വരും, 33-ൽ 11 നമുക്കറിയാം 3 പ്രാവശ്യം പോകും അല്ലെ. അപ്പൊ ഇവിടെ 2 0 അത് അതുപോലെ എടുത്തിട്ടു. 300 ഇൻറ്റു 5 എത്രയാ, 3, 5, 15, 1500 രൂപ. അപ്പൊ 1500 രൂപയാണ് ആർക്ക് കിട്ടുക, നമ്മുടെ ജോണിക്ക് കിട്ടുക. ഇനി ജലീലിന് കിട്ടുന്ന എത്രയാന്ന് നോക്കാം. ജലീലിന് ലഭിക്കുന്ന ലാഭം എത്രയാ വരുക, 3300-നെ നമ്മൾ 11 വിഭാഗിച്ചതിൽ എത്ര ഭാഗം ജോണിക്ക് ജലീലിന് കൊടുക്കണം നോക്കിയേ. ജലീലിന് 4 ഭാഗമാണ് കൊടുക്കേണ്ടത്, 4. ഇനിയോ 3300-നെ ഇവിടെ 11-നെ നമുക്ക് വെട്ടിച്ചുരുക്കാം നേരത്തെ പോലെ തന്നെ. 3300-ൽ 11 300 പ്രാവശ്യം പോകും. ഇനി 300 ഇൻറ്റു 4 എത്രയാ, 3, 4, 12. അതിൻ്റെ കൂടെ 2 0 കൂടി ഇട്ടാല് 1200 രൂപയാണ് ആർക്ക് കൊടുക്കേണ്ടത്, ജലീലിന് കിട്ടേണ്ടത്. പിന്നെ ഇനി അടുത്ത ആരൊക്കെ, ജയന്. അപ്പൊ ജയന് ലഭിക്കുന്ന ലാഭം, ജയന് ലഭിക്കുന്ന ലാഭം സമം 3300-നെ 11 ഭാഗമാക്കിയിട്ട് അതിൽ എത്ര ഭാഗമാണ് ജയന്, 2 ഭാഗം. അപ്പൊ വെട്ടിച്ചുരുക്കിയാൽ എത്ര വരും, ഇവിടെ 300 വരും. 300 ഇൻറ്റു 2 എത്രയാ, 600 രൂപ. 600 രൂപയാണ് ആർക്ക് കിട്ടുന്നത്, ജയന് ലഭിക്കുന്ന ലാഭം. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒന്നാമത്തെ ഈ പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്തത്, തന്നിരിക്കുന്ന യഥാർത്ഥത്തിൽ അവർ തന്നിരിക്കുന്ന മുടക്ക് മുതലിനെ അതിന്റെ അംശബന്ധത്തിലേക്ക് മാറ്റി. അംശബന്ധത്തിലേക്ക് മാറ്റുമ്പോൾ 50,000, 40,000, 20,000-ത്തില് 10,000 പൊതുവായ ഘടകമായതുകൊണ്ട് 10,000-നെ അങ്ങ് എടുത്തു മാറ്റുമ്പോൾ സംഖ്യകൾ 5, 4, 2 ഇങ്ങനെയായിട്ട് കുറഞ്ഞു. അപ്പൊ 5:4:2 അവരുടെ മുടക്ക് മുതലിന്റെ അംശബന്ധം കിട്ടി. ഇനി 3300-നെ 11 ഭാഗമാക്കിയിട്ട് ആദ്യം 5 ഭാഗം ഫസ്റ്റ് ജോണിക്ക്, ജലീലിന് 5-ൽ 4 ഭാഗം, പിന്നെ 11-ൽ 4 ഭാഗം, ലാസ്റ്റ് ജയന് 11-ൽ 2 ഭാഗം. അങ്ങനെയാണ് വീതിച്ചത്. ഇത്രയാണ് ഒന്നാമത്തെ പ്രവർത്തനം. ഇനി അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. The capacities of 3 water tanks are in the ratio 2:3:5. The smallest of them can hold 2,500 liters. How many liters can other two hold? അതായത് 3 വാട്ടർ ടാങ്കുകളുടെ അതിൽ വെള്ളം കൊള്ളുന്ന അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഉള്ളളവ് അല്ലെ. നമ്മൾ കപ്പാസിറ്റി എന്ന് വെച്ചാൽ അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും, അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തം എന്ന് പറയും നമ്മൾ മലയാളത്തില്, ഇല്ലെങ്കിൽ ഉള്ളളവ് എന്ന് പറയും അല്ലെ. അതിന്റെ അംശബന്ധമാണ് തന്നത് 2:3:5 എന്ന് പറയുന്നത്. അതില് ദ സ്മോളസ്റ്റ് ഓഫ് ദം, ഇതില് 3-ലും വെച്ച് ഏറ്റവും ചെറുതില് എത്ര ലിറ്റർ വെള്ളം കൊള്ളും, 2,500 ലിറ്റർ വെള്ളം കൊള്ളും. അങ്ങനെയാണെങ്കിൽ മറ്റ് 2 വാട്ടർ ടാങ്കിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്ക്, ഒന്നാമത്തേതാണല്ലോ ഏറ്റവും ചെറിയത്. അപ്പോൾ നമുക്ക് ഈ അംശബന്ധം ഉപയോഗിച്ച് ഓരോന്നിന്റെയും കപ്പാസിറ്റി നമുക്ക് ബീജഗണിത രൂപത്തിൽ എഴുതാലോ. നമ്മൾ നേരത്തെ ചെയ്തത് ഭിന്നസംഖ്യ എടുത്തിട്ടായിരുന്നു, ഭിന്നക രൂപത്തിലാണ് നേരത്തെ ചെയ്തത്. ഇവിടെ ഞാൻ ബീജഗണിതം ഉപയോഗിച്ച് ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അത് ഒന്നാമത്തെ വാട്ടർ ടാങ്ക് ഇതാണ്, ഇത് രണ്ടാമത്തേത്, ഇത് മൂന്നാമത്തെ, ആ ക്രമത്തിൽ എടുക്കാം. അല്ലെങ്കിൽ ഏറ്റവും ചെറുത്, ഏറ്റവും വലുത്, പിന്നെ മറ്റൊന്ന്, അങ്ങനെ രീതിയിൽ എടുക്കാം. പക്ഷെ നമുക്ക് 1, 2, 3 ക്രമത്തിൽ എടുക്കാം. അപ്പം എന്ത് എഴുതാം, അതായത് ഒന്നാമത്തെ ഇംഗ്ലീഷ് എഴുതാം അല്ലെ. ഒന്നാമത്തെ വാട്ടർ ടാങ്കിന്റെ വ്യാപ്തം അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഒന്നാമത്തെ വാട്ടർ ടാങ്കിന്റെ വ്യാപ്തം എന്ന് എഴുതാം. അല്ലെങ്കിൽ കപ്പാസിറ്റി ഓഫ് ഫസ്റ്റ് വാട്ടർ ടാങ്ക്, ഒന്നാമത്തെ വാട്ടർ ടാങ്കിന്റെ വ്യാപ്തം എത്ര വരിക, 2:3:5. അതിന്റെ അംശബന്ധമാണെങ്കിൽ ബീജഗണിതം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇതാ 2x അല്ലെ. യഥാർത്ഥ അളവ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും, ഇതിന് x എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ട് നമ്മൾ ഗുണിക്കല്ലേ വേണ്ടത്. അംശബന്ധത്തിനെ യഥാർത്ഥ അളവിലേക്ക് മാറ്റാൻ x കൊണ്ട് ഗുണിക്കണം. ഇനി അംശബന്ധത്തിലേക്കാക്കാനോ ആ പൊതുവായ സംഖ്യ അവിടെ നിന്ന് എടുത്തു കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ അത് കൊണ്ട് ഹരിച്ചാൽ മതി. നേരത്തെ നമ്മൾ
ആ പൈസ എങ്ങനെ എഴുതും? 50,000, 40,000, 20,000. അതിൽ 10,000 പൊതുവായ സംഖ്യയായിരുന്നു. ആ 10,000 അങ്ങ് എടുത്തു കളഞ്ഞു. അല്ലെങ്കിൽ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് 5:4:2 കിട്ടിയത് തൊട്ട് മുന്നത്തെ കണക്കിൽ. അതുപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ ചുരുക്കുകയാണ് ചെയ്തെങ്കിൽ ഇവിടെ അതിനെ വലുതാക്കുന്നത്. അതായത് 2:3:5 എന്ന് പറയുന്നത് അംശബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒന്നാമത്തെ വാട്ടർ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2x. എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചു യഥാർത്ഥ അളവ് കാണാൻ. ഇനിയോ കപ്പാസിറ്റി ഓഫ് സെക്കൻഡ് വാട്ടർ ടാങ്ക് നമുക്ക് എങ്ങനെ എഴുതാം? 3x. ഇനി അടുത്തതോ കപ്പാസിറ്റി ഓഫ് തേർഡ് വാട്ടർ ടാങ്ക് നമുക്ക് എങ്ങനെ എഴുതാം? 5x ആണല്ലോ. ഇനി നോക്കി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് the smallest of them can hold 2,500 liter of water എന്ന് വെച്ചാ അതായത് ഇതിൽ യഥാർത്ഥത്തിൽ കൊള്ളുന്നത് 2x ആണല്ലോ. ആ 2x ആർക്ക് തുല്യമാണ്? 2,500 ലിറ്ററിന് തുല്യമാണ് എന്നല്ലേ അതിനർത്ഥം. അതായത് ഇതിൽ ഒന്നാമത്തെ വാട്ടർ ടാങ്കിൽ 2x ലിറ്റർ വെള്ളം കൊള്ളും എന്ന് വെച്ചാല് 2,500-നെയാണ് ഈ 2x എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാമല്ലോ. എക്സ് എന്ത് വരും? 2x എന്ന് വെച്ചാൽ 2 ഇൻറ്റു എക്സ് ആണ്. ഇൻറ്റു 2-നെ നമുക്ക് സമത്തിന് ഇപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും? 2,500 ഹരിക്കണം 2. 2,500-ന്റെ നേർപകുതി എത്ര വരും? 1,250 എന്ന് കിട്ടും. അപ്പൊ എക്സിന്റെ വിലയാണ് നമുക്ക് 1,250 എന്ന് കിട്ടിയത്. ഇനി നമുക്ക് ഓരോന്നിന്റെയും കാണാമല്ലോ. രണ്ടാമത്തെ വാട്ടർ ടാങ്കിന്റെ കപ്പാസിറ്റി കാണാം. കപ്പാസിറ്റി ഓഫ് ദ സെക്കൻഡ് വാട്ടർ ടാങ്ക്. കപ്പാസിറ്റി ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ 3x ആണ് അതിനെ നമ്മൾ എഴുതിയത്. അപ്പൊ എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് ആ വില കൊടുത്താൽ എക്സിന്റെ വില നമുക്കറിയാം 1,250 ആണ്. 3 × 1,250 എത്ര വരും? 3 × 1,250 അതായത് 1,250 2 പ്രാവശ്യം ആകുമ്പോൾ 2,500. അതിനോടുകൂടി 1,250 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 3,750. 3,750 ലിറ്റർ ആണ് എന്തെന്ന് പറയുന്നത് സെക്കൻഡ് വാട്ടർ ടാങ്കിന്റെ കപ്പാസിറ്റി. ഇനി കപ്പാസിറ്റി ഓഫ് ദ തേർഡ് വൺ എന്തായിരിക്കും നോക്കിയേ. കപ്പാസിറ്റി ഓഫ് തേർഡ് വാട്ടർ ടാങ്ക് എത്ര വരും? അത് 5x ആണ്. എന്ന് വെച്ചാലോ 5 × 1,250. 1,250 5 കൊണ്ട് ഗുണിച്ച് നോക്കാം. എത്ര വരും? 5 × 0 0. 5 × 25 5 ബാക്കി 2. 2 10 2 12 2 ബാക്കി 1 5 5 1 6. 6,250 ലിറ്റർ ആണ് മൂന്നാമത്തെ വാട്ടർ ടാങ്കിന്റെ കപ്പാസിറ്റി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓരോ വാട്ടർ ടാങ്കിന്റെയും അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്നു കിട്ടിക്കഴിഞ്ഞു അല്ലേ. രണ്ടാമത്തേൽ 3,750, പിന്നെ അവസാനത്തിലെ വലിയതിൽ 6,250 ലിറ്റർ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി റിവൈൻഡ് അടിച്ച് കണ്ടു നോക്കുക. ഇനി അടുത്തത് ഞാൻ മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതൊന്ന് മായ്ക്കണം. അതിനുശേഷം ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, the angles of a triangle are in the ratio 1:3:5. How much is each angle? അതായത് ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ തമ്മിലുള്ള അംശബന്ധമാണ് 1:3:5. അങ്ങനെയാണെങ്കിൽ അതിലെ ഓരോ കോണുകളും എത്ര ഡിഗ്രി വീതമായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ നോക്ക്, ത്രികോണത്തിലെ കോണുകളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം അല്ലെ. ഒരു ത്രികോണത്തിലെ 3 കോണുകളും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 180 ആയിരിക്കുമല്ലോ. അപ്പം 180 ഡിഗ്രീൻ്റെ അകത്ത് ആകെ 3 കോണുകളാണ് ഉണ്ടാവുക. ആ 3 കോണുകളും അതിന്റെ അംശബന്ധം കണ്ടിട്ടുണ്ട് 1:3:5 ആണ്. അപ്പോൾ അത് 3ഉം കൂടി കൂട്ടിയാൽ എത്ര കിട്ടുകയും വേണം? 180 ഡിഗ്രി കിട്ടുകയും വേണം. അപ്പോൾ ഈ ചോദ്യം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. അതായത് ആ ത്രികോണത്തിലെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. വേണമെങ്കിൽ ബീജഗണിതം എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഭിന്ന രീതിയിലും ചെയ്യാം. നമുക്ക് 2 രീതിയിലും ചെയ്ത് നോക്കാം. ഇതുവരെ നമ്മൾ ചെയ്തത് ഏതെങ്കിലും ഒരു രീതിയിലാണല്ലോ, ഇത് 2 രീതിയിലും ചെയ്യാം. ഇപ്പോൾ നോക്കൂ, അതായത് ആദ്യം നമുക്ക് ഏത് രീതിയിൽ ചെയ്യാം? ബീജഗണിത രൂപത്തിൽ ചെയ്യാം. അപ്പം ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾസ് ആർ, അതായത് യഥാർത്ഥത്തില് ആ ആംഗിൾസിന്റെ റേഷ്യോ ആണ് 1:3:5. അപ്പൊ ആംഗിൾസ് നമുക്ക് എങ്ങനെ എടുക്കാം? അതായത് 1x 3x 5x ഈ രീതിയിൽ വരും.
അപ്പൊ മൂന്നും കൂടി യഥാർത്ഥ ആംഗിൾ ആണ് 1x 3x 5x. നമ്മൾ പഠിച്ചിട്ടുണ്ട് യഥാർത്ഥ അളവുകൾ കിട്ടാൻ എക്സ് കൊണ്ട് ഗുണിക്കണം. അങ്ങനെ ഈ അംശബന്ധത്തിൽ ഓരോന്നിനും എക്സ് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 1x 3x 5x എന്നായത്. അപ്പൊ ഈ മൂന്ന് കോണുകളും തമ്മിൽ കൂട്ടിയാൽ ഇനി എത്ര കിട്ടണം? 180 കിട്ടണമല്ലോ. അപ്പൊ കോണുകളുടെ തുക, അതായത് സം ഓഫ് ആംഗിൾസ്, എപ്പോ നമുക്കറിയാം സം ഓഫ് ഓൾ ആംഗിൾസ് എത്രയാണ്? സം ഓഫ് ഓൾ ആംഗിൾസ് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1x അല്ലെങ്കിൽ എക്സ് എന്ന് എഴുതിയാലും മതി. പിന്നെ 3x പ്ലസ് 5x ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ എത്ര വരുക? എക്സും 3x 5x കൂട്ടിയാൽ എക്സ് പ്ലസ് 3x 4x 4x പ്ലസ് 5x 9x അല്ലേ? 9x ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. Therefore x is equal to x എത്ര വരും? 180 divided by 9. 180 by 9 എത്ര വരുന്നത്? 20 ഡിഗ്രി അല്ലേ? അപ്പൊ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് ഇത് കിട്ടിയത്. അപ്പൊ ഓരോ ആംഗിൾസ് എത്രയായിരിക്കും വരിക? അതായത് 1x എന്ന് വെച്ചാൽ 1 ഇൻറ്റു എക്സിന് പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എത്ര വരും? എക്സിന് പകരം 20 എന്ന് കൊടുത്താൽ 1 ഇൻറ്റു 20 20. അപ്പൊ ഫസ്റ്റ് ആംഗിൾ, അതായത് ആംഗിൾസ് ആർ ഫസ്റ്റ് 1x ആയിരുന്നല്ലോ. അപ്പൊ 1 ഇൻറ്റു 20 that is equal to 20. അടുത്ത ആംഗിൾസ് എന്താ? ആംഗിൾ എന്താ? 3x ആണല്ലോ. അപ്പൊ 3 ഇൻറ്റു 20 is equal to 60. അടുത്തതോ 5x അല്ലേ? അപ്പൊ 5 ഇൻറ്റു 20 is equal to 100. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ആ ത്രികോണത്തിന്റെ മൂന്ന് കോണുകൾ ഉണ്ടാവും, 20യും 60യും 100ഉം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഭിന്നക രീതി ചെയ്ത് നോക്കാം. എങ്ങനെ വരും നോക്കിയേ. അതായത് ഓരോ ആംഗിൾസും 1:3:5 ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഓരോ ആംഗിളും കണ്ടു നോക്കാം. അതായത് ഇതിന്റെ ഫസ്റ്റ് ആംഗിൾ, ഇത് സെക്കൻഡ് ആംഗിൾ, തേർഡ് ആംഗിൾ, അങ്ങനെ നമുക്ക് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ ഈസ് ഈക്വൽ ടു, ഒന്നാമത്തെ കോൺ എന്ന് പറയുന്നത് നമുക്കറിയാം ആകെ കോണുകളുടെ തുക 180 ആണ്. 180നെ യഥാർത്ഥത്തിൽ എത്രയായി ഭാഗിച്ചു? ഇത് നോക്കിയേ, ഈ അംശബന്ധങ്ങൾ കൂട്ടി നോക്കിയേ. 1 3 4 4 5 9 ഭാഗിച്ചിട്ട് 9ൽ 1 ഭാഗമാണ് ഒന്നാമത്തെ ആംഗിളിന് കൊടുത്തത്. 9ൽ 1. അപ്പൊ എത്ര വരും? 180നെ 9 കൊണ്ട് ചുരുക്കി കഴിഞ്ഞാൽ നമുക്കറിയാം 20 വരും അല്ലെ? 20 ഇൻറ്റു 1 20. അപ്പൊ ഒരു കോണിന്റെ അളവ് എത്രയാണ്? 20 ഡിഗ്രി. ഇനി സെക്കൻഡ് ആംഗിൾ, അതിന് സെക്കൻഡ് ആംഗിൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? സെക്കൻഡ് ആംഗിൾ അതായത് രണ്ടാമത്തെ കോൺ എന്ന് പറഞ്ഞാൽ 180നെ 9 ഭാഗിച്ചതിൽ എത്ര ഭാഗമാണ് രണ്ടാമത്തെ കോണിന് കൊടുത്തത്? മൂന്നാമത്തെ കോൺ 3 ഭാഗം കൊടുത്തു. അപ്പൊ 180 ഇൻറ്റു 3/80 എന്ന് വരും. 180ൽ 9 എത്ര പ്രാവശ്യം പോകും? 20 പ്രാവശ്യം. 20 ഇൻറ്റു 3 എത്രയാ? 60 ഡിഗ്രി. അപ്പൊ രണ്ടാമത്തെ കോണളവ് നമുക്ക് കിട്ടി 60. ഇനി മൂന്നാമത്തെ എത്രയാ? തേർഡ് ആംഗിൾ ഇസ് ഈക്വൽ ടു, അതായത് മൂന്നാമത്തെ കോൺ 180നെ ആദ്യം 9 ഭാഗിച്ചു, അതിൽ എത്ര ഭാഗമാണ് കൊടുത്തത്? 5 ഭാഗം. അപ്പൊ 180 50 20 പ്രാവശ്യം. 20 ഇൻറ്റു 5 100. അപ്പൊ 100 ഡിഗ്രി തന്നെയല്ലേ ഇവിടെയും കിട്ടിയത്? 20 60 100 20 60 100. അപ്പൊ രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ എളുപ്പമുള്ള കണക്കുകളാണ്. നിങ്ങൾക്ക് ആകെ കൂടെ അറിയേണ്ട ഒരു പോയിന്റ്, ത്രികോണത്തിലെ ആകെ കോണുകളുടെ തുക 180 എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. 360 എഴുതിയേക്കരുത്. 180 ആയിരിക്കും ത്രികോണത്തിലെ ആകെ കോണുകളുടെ തുക. അപ്പം ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി റിവൈൻഡ് അടിച്ച് കണ്ടു നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകും. ഇത് നാലാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. The outer angles of a triangle are in the ratio 5:6:7. What are the angles? അപ്പൊ നോക്കുക, കുറച്ച് മുന്നേ ഈ മൂന്നാമത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത എന്തായിരുന്നു? ഒരു ത്രികോണത്തിലെ കോണുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളിലത്തെ കോണുകളാണ് സാധാരണയായി എടുക്കുക. അതായത് ഉള്ളിലത്തെ കോണുകളെ കുറിച്ചുള്ള കണക്കാണ് തൊട്ട് മുന്നത്തെ കണക്കിൽ നമ്മൾ ചെയ്തത്. ഇവിടെ എന്താണ്? ത്രികോണത്തിലെ ബാഹ്യ കോണുകൾ അല്ലെങ്കിൽ പുറത്തുള്ള കോണുകൾ അല്ലെ പുറംകോണുകൾ അങ്ങനെയാ പറയുന്നത് അല്ലെ? ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ബാഹ്യകോണ് എന്നാ പറയുന്നത്. ഇപ്പൊ പറയുന്നത് എങ്ങനെ? അകക്കോണും പുറക്കോണും അങ്ങനെയാണല്ലോ. അതായത് ഇവിടത്തെ ഒരു ത്രികോണത്തിന്റെ പുറംകോണുകൾ തമ്മിലുള്ള അംശബന്ധം 5:6:7 ആണെങ്കിൽ ഓരോ കോണും എത്ര ഡിഗ്രി ആയിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, ത്രികോണത്തിലെ പുറംകോണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഏതൊരു ബഹുഭുജം എടുത്താലും, ത്രികോണമാവട്ടെ, ചതുർഭുജാവട്ടെ, പഞ്ചഭുജാവട്ടെ, ഷഡ്ഭുജാവട്ടെ, അഷ്ടഭുജാവട്ടെ, ഏത് ബഹുഭുജം എടുത്താലും പുറംകോണുകളുടെ തുക എപ്പോഴും, എല്ലാത്തിൻ്റെയും പുറംകോണുകളുടെ തുക എത്ര ഡിഗ്രി ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ആ പോയിന്റ് കൃത്യം ഓർമ്മിക്കുക. ഒരു ത്രികോണമാണെങ്കിലും ത്രികോണത്തിന്റെ പുറംകോണുകളുടെ തുക 360 ആണ്.
ചതുർഭുജത്തിന്റെ പുറംകോണുകളുടെ തുക 360, പഞ്ചഭുജമാണെങ്കിലും 360. അങ്ങനെ ഏതൊരു ചതുർഭുജത്തിന്റെയും പുറംകോണുകൾ എപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 360 ആയിരിക്കും. അപ്പോൾ ആ 360 ഡിഗ്രിയാണ് 5:6:7 എന്ന് പറയുന്ന അംശബന്ധത്തിൽ ഭാഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും എത്ര ഡിഗ്രി ആണെന്ന് നമുക്ക് കാണണം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 2 രീതിയിൽ കണക്ക് ചെയ്യാം. ഒന്ന് ബീജഗണിതം ഉപയോഗിച്ചും ചെയ്യാം, മറ്റൊന്ന് അംശബന്ധം ഭിന്നക രീതി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതായത് ഇവിടുത്തെ കോണുകൾ എങ്ങനെ നമുക്ക് എടുക്കാം? അതായത് എക്സ്റ്റീരിയർ ആംഗിൾസ് ആർ, അല്ലെങ്കിൽ എക്സ്റ്റീരിയർ, ഇന്റീരിയറും എക്സ്റ്റീരിയറും, ഇവിടെ പറയുന്നത് ഔട്ടർ ആംഗിൾസ്. പണ്ടൊക്കെ എക്സ്റ്റീരിയർ ആംഗിളും ഇന്റീരിയർ ആംഗിൾസ് എന്നാണ് പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഔട്ടർ ആംഗിൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഔട്ടർ ആംഗിൾസ്, ഓരോ ഔട്ടർ ആംഗിളും എങ്ങനെ എടുക്കാം നമുക്ക്? അതിന്റെ റേഷ്യോ ആണ് 5:6:7. പുറംകോണുകളുടെ അംശബന്ധാണ് 5:6:7. അപ്പോൾ പുറംകോണുകൾ എങ്ങനെ എടുക്കണം? യഥാർത്ഥ അളവുകൾ കിട്ടാൻ x കൊണ്ട് ഗുണിക്കണമല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഓരോ പുറംകോണും 5x, 6x, 7x ഈ ക്രമത്തിലായിരിക്കുമല്ലോ. ഇത് നമുക്ക് എന്തറിയാം? അതായത് പുറംകോണുകളുടെ തുക. അപ്പോൾ സം ഓഫ് ഔട്ടർ ആംഗിൾസ്, സം ഓഫ് ഓൾ ഔട്ടർ ആംഗിൾസ് എത്ര വരുക? ഈക്വൽ ടു 360 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് ഈ 3 കോണുകളും തമ്മിൽ കൂട്ടിയിട്ടാണ് 360 ഡിഗ്രി കിട്ടുന്നത്. അപ്പോൾ 5x കൂട്ടണം, 6x കൂട്ടണം, 7x സമം 360. ഈ 5x-ഉം 6x-ഉം 7x-ഉം കൂടി കൂട്ടിയാൽ എത്രയാ? 5, 6, 11, 11, 7, 18x. അപ്പോൾ 18x സമം 360. അതുകൊണ്ട് x സമം എന്തായിരിക്കും? 360. 18x എന്ന് വെച്ചാൽ ഇൻറ്റു 18 ആണ്. 18 ഇൻറ്റു എക്സ് ആണ്. അപ്പൊ ഇൻറ്റു 18 ഇപ്പുറം വരുമ്പോൾ ഡിവൈഡഡ് ബൈ 18, അല്ലെങ്കിൽ ഹരിക്കണം 18 മാറും. 360-ൽ 18 എത്ര പ്രാവശ്യം പോകും നമുക്കറിയാം? 36-ൽ 18 2 പ്രാവശ്യം. അപ്പൊ x 20 ഡിഗ്രിയാണ് വരുന്നത്. അപ്പൊ x 20. ഇനി ഓരോ കോണളവും എത്രയായിരിക്കും നോക്കാം? ഓരോ പുറംകോണുകളും, അതായത് ഫസ്റ്റ് ആംഗിൾ, ഫസ്റ്റ് എക്സ്റ്റീരിയർ ആംഗിളാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5x. അതായത് 5 ഇൻറ്റു എക്സിന് 20 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 5 20s 100 അല്ലേ? ഒന്നാമത്തെ കോൺ എത്ര? 100 ഡിഗ്രി. അടുത്തത് സെക്കൻഡ് ആംഗിൾ എത്രയാണ്? സെക്കൻഡ് ആംഗിൾ ഈസ് ഈക്വൽ ടു 6x. ദാറ്റ് മീൻസ് 6 ഇൻറ്റു 20, 6 20s 120 ഡിഗ്രി. അടുത്തത് തേർഡ് ആംഗിൾ. തേർഡ് ആംഗിൾ എന്താ വരും? That is equal to 7x. That is 7 into 20. 7 into 20 എത്രയാ? 140 ഡിഗ്രി. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ കോണളവും കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഭിന്നക രീതിയിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതായത് ഫസ്റ്റ് ആംഗിൾ എന്താന്ന് നോക്കാം. ഫസ്റ്റ് ആംഗിൾ അല്ല, സ്മോളർ ആംഗിൾ എന്ന് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ആംഗിൾ ഈക്വൽ ടു, അതായത് 360 ഡിഗ്രിയെ എത്രയായിട്ട് ഭാഗിക്കുന്നു നോക്കിയേ. ഇതെല്ലാം കൂടി കൂട്ടാം. 5, 6, 11, 17, 18. 18 ഭാഗമാക്കി ഭാഗിച്ചതില് ഒന്നാമത്തെ ഭാഗം എത്രയാ കൊടുത്തത്? ഒന്നാമത്തെ ആംഗിളിന് 5 ഭാഗം കൊടുത്തു. 18-ൽ 5 ഭാഗം, അതായത് 360-നെ 18ആയി ഭാഗിച്ചതിൽ 5 ഭാഗമാണ് ഫസ്റ്റ് ആംഗിളിന് കൊടുത്തത്. അപ്പോൾ 360 ഇൻറ്റു, നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കിയേ. 360-ൽ 18 നിങ്ങൾക്ക് അറിയാം 20 പ്രാവശ്യം പോകും. 20 ഇൻറ്റു 5 100 ഡിഗ്രി. ഇനി സെക്കൻഡ് ആംഗിൾ എന്തായിരിക്കും വരിക? രണ്ടാമത്തെ പുറംകോൺ എന്ന് പറയുന്നത് 360 ഇൻറ്റു 18-ൽ എത്ര ഭാഗം എടുക്കുന്നത്? രണ്ടാമത്തെ കോണിന് 6 ഭാഗം അല്ലെ? 18-ൽ 360 20 പ്രാവശ്യം. 20 ഇൻറ്റു 6 എത്രയാ? 120 ഡിഗ്രി. ഇനി തേർഡ് ആംഗിൾ, തേർഡ് എക്സ്റ്റീരിയർ ആംഗിൾ എന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് 360 ഇൻറ്റു 18-ൽ എത്ര ഭാഗമാണ് എടുത്തത്? 7 ഭാഗം അല്ലെ? അപ്പൊ 360-ൽ 18 20 പ്രാവശ്യം. 20 ഇൻറ്റു 7 140 ഡിഗ്രി. ഇതാണ് ഓരോ കോണിന്റെ അളവുകൾ കിട്ടുക. സെയിം എന്നല്ലേ കിട്ടിയത്? വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ഈ കണക്ക് ചെയ്യാം. ഇതിൽ അറിയേണ്ട പോയിന്റ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഏതൊരു ബഹുഭുജം എടുത്താലും പുറംകോണുകളുടെ തുക എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 360. ഈ പോയിന്റിനെ ബേസ് ചെയ്താണ് ഇത് ചെയ്യേണ്ടത്. ഇത് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ അകത്തും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഈ ത്രികോണത്തിന്, ഇതിന് പകരം ത്രികോണത്തിന് വരെ ചതുർഭുജം എന്ന് പറഞ്ഞിട്ട് 4 അംശബന്ധമാണ് തന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അവിടെ 360 ഇൻറ്റു, ഇവിടെ ഇപ്പോൾ 5:6:7 3 അക്കേ തന്നിട്ടുള്ളൂ. ചതുർഭുജാണെങ്കിൽ 4 കോണുണ്ട്. അപ്പം 4 അക്കങ്ങൾ വരും. അതും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം ഇതാണ്. The length, breadth and height of a rectangular block are in the ratio 3:2:5 and its volume is 3750 centimeter cube.
കാൽക്കുലേറ്റ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അതായത് ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ചതുരക്കട്ട, റെക്ടാങ്കുലർ ബ്ലോക്ക് എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്ത് പറയും, ഒരു ചതുരക്കട്ട അല്ലെങ്കിൽ ഒരു ചതുരത്തിന്റെ ഷേപ്പിലുള്ള ഒരു പെട്ടി, ചതുരക്കട്ട തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അതിന്റെ നീളം, വീതി, ഉയരം അതെങ്ങനെയാണ് തന്നിട്ടുള്ളത്? അതിന്റെ റേഷ്യോ 3:2:5. പിന്നെ അതിന്റെ വോളിയം തന്നിട്ടുണ്ട് 3700. വോളിയം എന്ന് വെച്ചാൽ എന്താ? അതിന്റെ വ്യാപ്തം അല്ലെങ്കിൽ അതിന്റെ ഉള്ളളവ് എന്ന് പറയും. 3750 സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 3750 ക്യൂബിക് സെന്റിമീറ്റർ അല്ലെങ്കിൽ ഘന സെന്റിമീറ്റർ എന്ന് പറയാം. കാൽക്കുലേറ്റ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അപ്പോൾ നമുക്കറിയാം ഒരു ചതുരക്കട്ട എങ്ങനെയാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇത് ഒരു ചതുരക്കട്ടയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ്. ഇതിന്റെ സൈഡ് ഇവിടെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പം ജസ്റ്റ് എ മിനിറ്റ്. ഇതൊരു ചതുരക്കട്ടയാണ്, എക്സാക്ട് ഒരു ചതുരക്കട്ട. ഈ ചതുരക്കട്ടയുടെ ഹൈറ്റ് ഇതായിട്ട് എടുക്കാം. ഇത് അതിന്റെ ലെങ്ത്, ഇത് അതിന്റെ ബ്രെഡ്ത്ത്. അതായത് നീളം, വീതി, ഈ കാണുന്നത് ഉയരം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചതുരക്കട്ടയുടെ നീളങ്ങളാണ് എന്തൊക്കെ തന്നത്? 3:2:5 എന്ന അംശബന്ധത്തിൽ തന്നത്. അപ്പൊ അംശബന്ധത്തിൽ തന്നാൽ നമ്മൾ പറഞ്ഞു യഥാർത്ഥ അളവുകൾ കിട്ടാൻ എന്ത് ചെയ്യണം? എക്സ് കൊണ്ട് അതിനെ ഗുണിക്കണം അല്ലെ? അപ്പൊ ആദ്യം ലെങ്ത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് that is equal to 3x എന്ന് വരും. ബ്രെഡ്ത്ത് എന്ത് വരും? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് that is equal to 2x വരും. ഇനി ഹൈറ്റ് എന്താണ്? ഹൈറ്റ് ഈസ് ഈക്വൽ ടു 5x. അങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞു. ഓക്കെ. ഇനി തന്ന എന്താണ്? അതിന്റെ വോളിയം തന്നിട്ടുണ്ട് അല്ലെ? അതിന്റെ വ്യാപ്തം തന്നിട്ടുണ്ട് 3750 ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ 7ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഏതൊരു ചതുരക്കട്ടയുടെ വ്യാപ്തം അല്ലെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് അതിന്റെ നീളം ഗുണിക്കണം, വീതി ഗുണിക്കണം, ഉയരം അല്ലെ? LBH, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അവ മൂന്നും തമ്മിൽ ഗുണിച്ചാൽ അതിന്റെ എന്ത് കിട്ടും? വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കിട്ടും അല്ലെ? അതായത് L ഇൻറ്റു B ഇൻറ്റു H ഗുണിച്ചിട്ടാണ് 3750 എന്ന് കിട്ടുന്നത്. അതായത് യഥാർത്ഥ ഉയരം, യഥാർത്ഥ നീളം, വീതി, ഉയരം ഇവ തമ്മിൽ ഗുണിച്ചാൽ അത് കിട്ടും. അപ്പൊ എന്താണ് യഥാർത്ഥത്തിലുള്ള നീളം? 3x, ബ്രെഡ്ത്ത് 2x, ഉയരം അതുപോലെ 5x. ഇത് തമ്മിൽ ഗുണിച്ചപ്പോഴാണ് 3750 കിട്ടുന്നത്. അപ്പം ഇനി ഇത് ഗുണിച്ചു നോക്കാം. ആദ്യ സംഖ്യകൾ മാത്രം ഗുണിക്കാം. 3 ഇൻറ്റു 2 3 2 6 6 5 30 വരും അല്ലെ? എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് 3 പ്രാവശ്യം എക്സ് ഗുണിക്കാനുണ്ട്. 3 തവണ എക്സ് ഗുണിച്ചാലോ എക്സ് ക്യൂബ് അല്ലെ? എക്സ് റേസ് ടു 3 എന്നല്ല നമ്മൾ എഴുതുക. സമം 3750. ഇനി എക്സ് ക്യൂബിനെ അവിടെ വെക്കാം. ഈ ഇൻറ്റു 30 നമുക്ക് നേരെ അപ്പുറം കൊണ്ടുപോവാലോ. ഇൻറ്റു 30 അപ്പുറം പോകുമ്പോൾ എന്തായി മാറും? ഹരിക്കണം 30. അപ്പോൾ ഈ 0 0 നമുക്ക് വെട്ടാലോ. ഇവിടെ 375 നമുക്ക് 3 കൊണ്ട് വെട്ടിച്ചുരുക്കാം. 3ൽ 3 ഒരു പ്രാവശ്യം പോകും. 7ലാണെങ്കിലോ 3 2 പ്രാവശ്യം പോകും. ശിഷ്ടം 1 ഉണ്ടാവും. 15ലാണെങ്കിൽ 5 പ്രാവശ്യം. അപ്പൊ എത്ര വന്നെന്ന് നോക്കിയേ. എക്സ് ക്യൂബിന്റെ വില 125 ആണ്. അപ്പം 125 എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആണെങ്കിൽ ഏത് സംഖ്യയുടെ മൂന്നാകൃതിയാണ് 125? അതായത് ഏത് സംഖ്യയെ 3 പ്രാവശ്യം ഗുണിച്ചാലാണ് 125 കിട്ടുക? അപ്പൊ അതിനിങ്ങനെ എഴുതാം നമുക്ക്. അങ്ങനെയാ കണ്ടുപിടിക്കുക. നിങ്ങൾ 7ാം ക്ലാസ് പഠിക്കുന്നുണ്ടല്ലേ? അതിന്റെ മൂന്നാകൃതി കണ്ടുപിടിക്കുന്നതിന്, അതായത് ഏത് സംഖ്യയുടെ മൂന്നാകൃതിയാണ് 125 എന്ന് കാണാൻ അതിനെ ഘടകക്രിയ ചെയ്യണം. അപ്പം 125ന് ഏത് സംഖ്യ കൊണ്ട് ഘടകക്രിയ ചെയ്യാം? അത് 5ന്റെ ഗുണിതാണെന്ന് കണ്ടാലേ അറിയാം. അപ്പൊ 5 കൊണ്ട് തന്നെ നമുക്ക് ചുരുക്കാം. അപ്പൊ എങ്ങനെ ചുരുക്കാൻ പഠിച്ചത്? 1ൽ 5 പോവില്ല അല്ലെ? 12 എടുത്താൽ 5 എത്ര പ്രാവശ്യം പോകും? 12ൽ 5 2 പ്രാവശ്യം പോകും. 5 10. 12-നകത്ത് 10 കുറച്ച് ശിഷ്ടം 2. 2 5നോട് ചേർന്നാൽ 25 ആകും. അല്ലാണ്ട് 7 അല്ല. 25ൽ 5 5 പ്രാവശ്യം. വീണ്ടും 25ന് 5 കൊണ്ട് ചുരുക്കാം. 25ൽ 5 5. 5ൽ 5 ഒരു തവണ. അപ്പൊ നോക്കിയേ, 125 നമുക്ക് എങ്ങനെ എഴുതാം? 5 ഗുണം 5 ഗുണം 5 അല്ലെ? 5 ഇൻറ്റു 5 ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 റേസ് ടു 3 എന്ന് പറയാം. നോക്കിയേ, എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു 5 ക്യൂബ് അല്ലേ? അപ്പൊ ഈ ക്യൂബ് അങ്ങ് മറച്ചു വെച്ചാൽ എക്സ് സമം എന്താന്ന് കിട്ടും? നമുക്ക് 5 ആണെന്ന് കിട്ടും അല്ലെ? അപ്പൊ എക്സ് സമം 5. അപ്പൊ ഇവിടെ എക്സ് 5 എന്ന് കിട്ടി.
നമുക്ക് എക്സ് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ. എന്താ നമ്മുടെ ചോദ്യം? ലെങ്ത് എത്രയാണെന്ന് വേണം, ബ്രെഡ്ത്ത് എത്രയാണെന്ന് വേണം, ഹൈറ്റ് എത്രയാണെന്ന് വേണം. അപ്പോൾ എക്സ് 5 കിട്ടി. ഇനി എക്സിന്റെ വില, ആ കിട്ടിയ വിലകൾ എന്ത് ചെയ്താൽ മതി? ഇവിടെയുള്ള എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അല്ലെങ്കിൽ എക്സിന് പകരം നൽകി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓരോ നീളവും വീതിയും ഉയരവും കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ജസ്റ്റ് ഇതൊന്ന് മായ്ക്കാണ്. മായ്ച്ചിട്ട് എഴുതുന്നു. അപ്പൊ ലെങ്ത് ഇസ് ഈക്വൽ ടു 3x ആണല്ലോ. 3x എന്ന് വെച്ചാൽ 3 ഇൻറ്റു എക്സിന് പകരം 5 എന്ന് കൊടുക്കാം. 3 5s are 15. ഇനി ബ്രെഡ്ത്ത് അല്ലേ? ബ്രെഡ്ത്ത് എന്ത് വരും? ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു, ബ്രെഡ്ത്ത് 2x ആണല്ലോ. അപ്പൊ 2 ഇൻറ്റു 5, 2 5s are 10 അല്ലേ? ഇനി അടുത്തത് ആരും കൂടി വേണം, ഹൈറ്റ് വേണമല്ലോ. അപ്പൊ ഹൈറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഹൈറ്റ് എന്ന് പറയുന്നത് 5x. അപ്പോൾ 5x എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 5, 5 5s are 25. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എല്ലാം കിട്ടിയല്ലോ. അതായത് നീളം കിട്ടി, അതിൻ്റെ വീതി കിട്ടി, ഉയരം കിട്ടി. നീളം 15, വീതി 10, ഉയരം 25. അപ്പം ഇങ്ങനെയാണ് ആ ചോദ്യം ചെയ്യേണ്ടത്. അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ അറിയേണ്ട പോയിന്റ് എന്താണ്? അതായത് നീളവും വീതിയും ഉയരവും തമ്മിൽ ഗുണിച്ചാൽ അതിൻ്റെ വ്യാപ്തം കിട്ടും എന്ന് പറയുന്ന ആ പോയിന്റ് കൃത്യമായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ് എങ്ങനെ കിട്ടും എന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് റിവൈൻഡ് അടിച്ചൊന്ന് കണ്ടു നോക്കുക. കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലാസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. Bye.